ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന ചേട്ടന്മാരുടെ ബോൾ ഞങ്ങളുടെ ഉച്ചയിൽ വീഴുന്നതിന് മുമ്പേ യോഗ ക്ലാസ് ഒക്കെ വൈൻഡപ്പ് ചെയ്തു. എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിരുന്നു, കുറേ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ക്രിസ്മസ് സെലിബ്രേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കൾച്ചറൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസും ബഹളമൊക്കെ അങ്ങോട്ട് തുടങ്ങി. സമയം 9:32 ആയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസ് വീട്ടിലല്ലെങ്കിലും ക്യാമ്പിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ബ്രെഡും ജാമും ഉണ്ടായിരുന്നു, പിന്നെ ചോറും ഒക്കെ ഉണ്ടായിരുന്നു. സാമ്പാറുണ്ട്, ബ്രെഡുണ്ട്. അങ്ങനെ ഫുഡിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഒക്കെ കണ്ടു. ഫുഡൊക്കെ കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് നൈറ്റ് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ പ്രോഗ്രാം കമ്മിറ്റിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ചാർട്ടിൽ എഴുതി ഒട്ടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു. അതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതും ഞങ്ങളുടെ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബൊക്കെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു നസ്റിനവിടെ. അങ്ങനെ കുറേ നേരം പിള്ളേരുടെ അടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അന്നേരം ഇത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പിലായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. തലേദിവസം ക്യാമ്പിൽ പ്രേതം വന്നതിൻ്റെ കഥ ഞാൻ അറിഞ്ഞത് ഇവരോടും അങ്ങ് ഷെയർ ചെയ്തു. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഞങ്ങളുടെ ചാർട്ട് ഞങ്ങൾ ഒട്ടിക്കുകയൊക്കെ ചെയ്തു. അന്നേരത്തേന് നസറിനാണെന്നുണ്ടെങ്കിൽ പൂവുണ്ടാക്കി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ക്യാമ്പിൻ്റെ 2ാമത്തെ ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ബൈ, സീ യു.